മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന് വിളംബരം ചെയ്തുകൊണ്ട് മദ്യം സുലഭമായി കിട്ടുന്ന രീതിയിൽ വിൽപ്പന നടത്തുന്ന സർക്കാർ സംവിധാനത്തിന്റെ കീഴിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സുഹൃത്ത് ജോസ് ചെല്ലപ്പൻ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിച്ചെന്ന് വെച്ചാൽ, വളരെ വേദനയോടെ ഓരോ സുഹൃത്തുക്കളും മദ്യത്തിന് അഡിക്റ്റായി ഓരോ അസുഖവുമായി ബന്ധപ്പെട്ട് മരണത്തിന് ഇരയാകുമ്പോൾ വേദനയോടെ നോക്കി നിൽക്കുകയാണ് ജീവിതത്തിൽ പലപ്പോഴും സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വിഷയമാണ് മദ്യപാനം. ഈ മദ്യപാനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ഇടയിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംസ്കാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായഭേദമന്യേ മദ്യം ഉപയോഗിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടുന്ന ഈ സാഹചര്യത്തിൽ മദ്യപാനം കുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്രിയാത്മകപരമായ പ്രവർത്തനവും സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ നടത്തിപ്പോരുന്നില്ല എന്നതാണ് അറിയാൻ സാധിക്കുന്നത്, കാണാൻ സാധിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മദ്യപാനത്തിന്റെ ഉപയോഗം ഇത്രയും കാർന്നു തിന്നുന്ന ഒരു സമൂഹമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. പലപ്പോഴും നമ്മൾ മരിക്കാം, സ്വാഭാവികമാണ്, മരണം എങ്ങനെയും ഉണ്ടാകാം. അപ്പോൾ ചോദിക്കും, നല്ലതായിട്ട് ജീവിക്കുന്നവരും അല്ലെങ്കിൽ മരിക്കുന്നില്ലേ എന്ന്. നല്ലതായിട്ട് ജീവിക്കുന്നവരും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാതെ ജീവിക്കുന്നവരും മരിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ആയുസ് നീട്ടിക്കിട്ടാൻ ഒരിക്കലും ലഹരി ഒരു ഭാഗമല്ലെങ്കിൽ പോലും മറ്റൊരു വശം വെച്ച് ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചാൽ ലഹരി എപ്പോഴും നമ്മുടെ ആരോഗ്യത്തെ ഹാനികരിക്കുകയും മരണം വിളിച്ചോതുകയും ചെയ്യുന്നു എന്നത് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ചെറിയ ചെറിയ രീതിയിൽ കാർന്നു തിന്നുന്ന മദ്യം സമൂഹത്തിൽ ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും മദ്യത്തിൽ തുടങ്ങി അതിൽ ലയിച്ചു തീരാൻ സാധിക്കാതെ വരുമ്പോൾ മറ്റു ലഹരിയിൽ ആശ്രയിക്കുന്ന ഒരു തലമുറയായി മാറാറുണ്ട്. മദ്യം ഉപയോഗിക്കാത്തത് കൊണ്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ കാണരുത്. പകരം നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളെന്ന നിലയിൽ, യുവാക്കളെന്ന നിലയിൽ പൊതുവെ വാദിച്ചിരിക്കുന്ന ഒരു കാർന്നു തിന്നുന്ന വിപത്തായി മാറുകയാണ് മദ്യം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അവൻ്റെ വീട്ടിൽ പോകേണ്ടി വന്നപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. കാര്യം, കുടുംബത്ത് മക്കളും ഭാര്യയും ബന്ധുക്കളും കരയുമ്പോൾ അവരോടൊപ്പം ചേർന്ന് നിന്ന് കണ്ണീരൊലിപ്പിക്കാനേ നമുക്കും സാധിക്കൂ. പക്ഷേ ഘട്ടം ഘട്ടമായുള്ള മദ്യപാനത്തിൻ്റെ ആസക്തി അവനെ ബാധിച്ച അസുഖങ്ങളെ തിരിച്ചറിയാൻ സാധിക്കാതെ അവൻ മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്നു. ഇങ്ങനെയാണ് നമ്മുടെ സാധാരണക്കാരുടെ ഇടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പൊതുവെ മിഡിൽ താഴെയുള്ളവർ മദ്യത്തിൻ്റെ അഡിക്റ്റായി മാറുന്നത്, മദ്യം കിട്ടി അതിൽ ലയിച്ച് മദ്യത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട് മിഡിൽ താഴെയുള്ള ഫാമിലിയിൽ, അല്ലെങ്കിൽ മിഡിൽ താഴെയുള്ള ജനവിഭാഗത്തിൽ. ഇവരെ ചൂഷണം ചെയ്യുന്നതാണ് സർക്കാർ സംവിധാനത്തിലെ മദ്യ ഷാപ്പുകൾ. ഘട്ടം ഘട്ടമായി മദ്യഷാപ്പുകൾ അടക്കമെന്ന് പറഞ്ഞ സർക്കാർ പോലും അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കണ്ടത് പ്രകാരം കൂടുതൽ മദ്യശാലകൾ തുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യവസായമാണ്. ജനങ്ങളില്ലാതായാലും സർക്കാർ നിലനിൽക്കണമെന്ന ഒരു വ്യവസായ സംവിധാനം അവർ വളർത്തുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മദ്യം ഉപയോഗിക്കരുതെന്ന് പൂർണ്ണമായി പറയാൻ നമുക്കാരോടും വിധിക്കാൻ പറ്റില്ല. പക്ഷെ മദ്യ ഉപയോഗം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് നിയന്ത്രിച്ച് ജീവിതം നയിക്കാൻ സാധിച്ചാൽ അത് വലിയൊരു പുണ്യപ്രവൃത്തിയായിരിക്കും. സമൂഹത്തിനോട് കാണിക്കുന്ന, ജനങ്ങളോട് പരസ്പരം ബഹുമാനത്തോടെ ആദരവോടെ കാണിക്കുന്ന ഒരു നല്ല പ്രവൃത്തിയായിരിക്കും. ഈ മദ്യപാനം കൊണ്ട് ഒരു രീതിയിലുള്ള മെച്ചം 99% പേർക്കും ഇല്ല എന്നതാണ് മറ്റൊരു സത്യം. സാമ്പത്തികപരമായും ശാരീരികപരമായും മാനസികപരമായും എല്ലാ രീതിയിലും ഇല്ലായ്മ ചെയ്യുന്ന ഒരു വിപത്താണ് ലഹരി, പ്രത്യേകിച്ചും മദ്യം. ഈ മദ്യ ഉപയോഗം ദിനംപ്രതി കൂടുമ്പോൾ ഉണ്ടാകുന്ന പല വിഷയങ്ങൾ, കൂലിപ്പണിക്കാരൻ 1000 രൂപ ഉണ്ടെങ്കിൽ 500 രൂപ പോലും വീട്ടിൽ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം മദ്യത്തിന് അഡിക്റ്റായ പല ജനവിഭാഗത്തിൻ്റെ സ്വഭാവശൈലിയിലുമുണ്ട്. കണ്ടു വളർന്നുകൊണ്ടിരിക്കുന്ന പല സ്വഭാവങ്ങളിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മദ്യപാനം ജീവിതത്തിന് വലിയൊരു ഹാനികരമായ വിപത്തായി മാറുന്നു. അത് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ നമ്മൾ കൂടുതൽ ആഴത്തോടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും മദ്യത്തിന് അഡിക്റ്റായി പല വിധത്തിലുള്ള അസുഖങ്ങളിൽ പെടാതെ, മരണപ്പെടാതെ
ആയുസ്സും ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് മദ്യത്തിനെതിരെ ശക്തമായി നിലനിൽക്കുന്ന ഒരു സമൂഹം, ഒരു തലമുറ ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് നാളെ എന്നെ കേൾക്കുന്നവരുടെയോ എൻ്റെയോ മരണം എങ്ങനെയാണെന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. പക്ഷേ അതിനപ്പുറം ലഹരി ഉപയോഗിച്ച് അതിനഡിക്റ്റായി മറ്റ് അസുഖങ്ങളിൽപ്പെട്ട് ജീർണിച്ച് അല്ലെ വേദനിച്ച് മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ കാഴ്ച ജീവിച്ചിരിക്കുന്നവർക്ക് സഹിക്കാൻ സാധിക്കില്ല എന്ന ഒരു വാക്ക് മാത്രം ചൊല്ലിക്കൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ. മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി.